ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു ചെറുകഥ അവതരിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. കഥയുടെ പേരാണ് മായാലോകത്ത് ഒരു സായാഹ്നം. പ്രഭാകരൻ നായർ 45 വയസ്സിനോട് അടുത്ത പ്രായമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും മകളായ വൈഷ്ണവിയും ചേർന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആണ്. പ്രഭാകരൻ നായർക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി. അങ്ങനെയുള്ളതായിട്ടുള്ള പ്രഭാകരൻ നായർ ഒരു ദിവസം വൈഷ്ണവിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബസമേതം അടുത്തുള്ള ശോഭ മാളിലേക്ക് കുടുംബസമേതം പുറപ്പെട്ടു. ഏകദേശം 5 മണിയോടുകൂടി ഓട്ടോ ടാക്സി പിടിച്ച് നേരെ ശോഭ മാളിൽ എത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ വൈഷ്ണവി നേരെ ഫുഡ് മാളിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ട് പോയത്. അങ്ങനെ പ്രഭാകരൻ നായരും വൈഷ്ണവിയും രാധികയും നേരെ ഫുഡ് മാളിൽ എത്തിയപ്പോൾ പ്രഭാകരൻ നായർ പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തോളൂ, ഞാൻ ഈ കസേരയിൽ ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ളതായിട്ടുള്ള ഒഴിഞ്ഞ കസേരയിൽ പ്രഭാകരൻ നായർ ഇരുന്നു. അദ്ദേഹം ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഒരു മായാലോകത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും അവിടെ കാണാവുന്നതാണ്. അലങ്കരിച്ച വിളക്കുകളോടുകൂടിയ ആ ഫുഡ് മാളിൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അവിടേക്കും ഇവിടേക്കുമായി നടന്ന് എന്താണ് കഴിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. അത്രയധികം ഭക്ഷണ സാധനങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രഭാകരൻ നായർ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ ചാർമിനാർ എന്ന ഒരു സ്റ്റോള്, അവിടെ സായാഹ്ന ഭക്ഷണങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. തൊട്ട് അടുത്ത് ബിരിയാണി ഹട്ടും അതിനപ്പുറം തന്നെ മാക്ഡൊവൽ ഡ്രിങ്ക്സ് പാനീയങ്ങൾ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റോളുമാണ് പ്രഭാകരൻ നായർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. പണ്ട് കാലങ്ങളിൽ ഉള്ളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇന്നത്തെ ആധുനിക ജനതയ്ക്കുള്ളത് എന്ന് ഇതിൽ നിന്നും പ്രഭാകരൻ നായർക്ക് മനസ്സിലായി. പ്രഭാകരൻ നായർ വീണ്ടും ആ കസേരയിൽ ഇരിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ വീക്ഷിച്ചു. കുടുംബസമേതമായി ഈ മോളിലേക്ക് വന്നവരും അതേപോലെ തന്നെ ചെറുപ്പക്കാരായ സുന്ദരന്മാരും സുന്ദരിമാരും അവരുടെ സായാഹ്നം ചിലവഴിക്കുന്നതിനായി ഈ മാളിലേക്ക് എത്തിയിരിക്കുന്നു.
മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ മോണിലുള്ളത് എന്ന് പ്രഭാകരൻ നായർക്ക് മനസ്സിലായി. ഒരു മായാലോകത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു രൂപമാണ്. ഈ മായാലോകത്ത് എങ്ങനെയാണ് ആധുനിക ജനത ജീവിക്കേണ്ടത് എന്ന് ഇവിടെ നിന്നും പഠിക്കേണ്ടതാണെന്ന് പ്രഭാകരൻ നായർക്ക് മനസ്സിലായി. അല്ലാതെ മായാലോകം ജീവിത അവസാനം വരെ ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെയുള്ളതായിട്ടുള്ള ഈ ആധുനിക ജനത മനസ്സിലാക്കിയാൽ ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പകുതിയും ഇല്ലാതാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മായാലോകം, അതിനുശേഷവും പ്രണയവും, അതിനുശേഷവും വിവാഹവും, വിവാഹശേഷമുള്ള ജീവിതവും എല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലകളാണെന്ന് ജനത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാവും എന്ന് പ്രഭാകരൻ നായർ വിചാരിച്ചു. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കുടുംബസമേതം പ്രഭാകരൻ നായർ ഈ മായാലോകത്ത് എത്തിയത്. അങ്ങനെ മായാലോകത്ത് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വീക്ഷിച്ച് ഇരിക്കുന്ന സമയത്ത് വൈഷ്ണവിയും രാധികയും ആവശ്യമുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ മേടിച്ച് വരികയും ആ ഭക്ഷണങ്ങൾ അവർ അവളെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്ത ശേഷം വൈഷ്ണവിയോട് അടുത്ത് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ധൃതി വിളിച്ച് അതിൻ്റെ അപ്പുറത്ത് ഉള്ളതായിട്ടുള്ള വീഡിയോ ഗെയിം നടക്കുന്നതായിട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കളിക്കുന്നു. ഒരു പ്രത്യേക സജ്ജീകരണം ചെയ്യാത്തതിനാൽ വൈഷ്ണവിക്ക് ഞാൻ പ്രഭാകരൻ നായർ നിർബന്ധപൂർവമായി അടുത്ത പ്രാവശ്യം ഇത്തരം ഗെയിമിൽ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണവിയെ അവിടെ നിന്നും നേരെ താഴത്തേക്ക് ഇറക്കി. അപ്പോൾ വൈഷ്ണവിയും രാധികയും ചേർന്ന് പ്രഭാകരൻ നായരോട് ഒരു ചെയറിൽ ഇരിക്കുവാനായി പറഞ്ഞ് അവിടെയുള്ളതായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വൈഷ്ണവിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ രാധിക വീട്ടിലേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങളും മേടിച്ച് അവർ ആ ഷോപ്പിൽ നിന്നും പുറത്തേക്ക് കടന്ന് പ്രഭാകരൻ നായരോട് കാര്യങ്ങൾ വൃത്തിയായി പറഞ്ഞു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ആധുനിക സജ്ജീകരണമാണ് ഈ ഒരു മായാലോകത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. മനസ്സാന്നിധ്യമുള്ളവർക്ക് രസകരമായി ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണുള്ളത്. മനസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മായാലോകത്ത് ജീവിതം ദുസ്സഹമായിരിക്കും എന്ന് പ്രഭാകരൻ നായർ വൈഷ്ണവിയെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം അവർ അവിടെ നിന്നും ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ശുഭം.